പുകയത്ത് വെച്ച് ഉണക്കിയിട്ട് അതിനകത്ത് പച്ച നല്ലെണ്ണ നല്ലെണ്ണ ചേർക്കണം. അത് മാത്രം ചേർത്താൽ മതിയോ? ഈ പുളിയുടെ യഥാർത്ഥ പുളി എന്തുവാ? കിണറുംപുളി. അപ്പൊ ഈ പിഴിപുളി ഉണ്ടാക്കുന്ന എങ്ങനെ? ഇത് വെച്ച് തന്നെയാണോ? ഇത് എത്ര ദിവസം വേണം ഉണങ്ങാൻ? നല്ല പുക കഴിക്കുന്ന ചൂടുള്ള പുക കഴിക്കുക. 4 ദിവസം 5 ദിവസം കൊണ്ട് ഉണങ്ങും. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടാണോ എണ്ണ തേക്കുന്നേ? ഉണങ്ങി എല്ലാം ഒത്തിരി തീർന്നിട്ട് എല്ലാ പണിയൊക്കെ തീർന്നിട്ട് എണ്ണ വെച്ച് ഉപ്പിട്ട് വെച്ചേക്കുക. നോക്കട്ടെ. ഇതിന് കുരു ഒന്നും ചെയ്യാക്കത്തില്ല. ഉപ്പ് ചേർക്കണം എണ്ണ ഒഴിച്ചിട്ട്. പിന്നെ ഉപ്പും നല്ലെണ്ണ കൂടെ ചേർക്കണം. അപ്പൊ ഇപ്പൊ 1 കിലോ പുളിക്ക് എത്ര രൂപ ഉണ്ട് വെച്ചാ? 300 രൂപ. 300 രൂപ കടയിൽ നിന്ന് മേടിക്കുന്നോ? അവര് ഇതണക്ക് തന്നെ ആയിരിക്കും ചെയ്യുന്നത്? ഇതൊക്കെ വൃത്തിയാകത്തില്ല. നമ്മളെ കൈ ഉണക്കി കൊണ്ടുവന്ന് അല്ലി അരിഞ്ഞെടുക്കുന്നില്ലേ. ഇത് പറക്കൊണ്ട് വരുമ്പോഴേ കഴുകുവോ? കഴി പുളി ഉണങ്ങണം, ഉണങ്ങണം, അല്ലെങ്കിലേ പൂക്കും നമ്മൾ കണ്ടിച്ചിട്ട്. ഇത് ഉണങ്ങിയത് ഇരിപ്പുണ്ടോ? ഇതിപ്പോ കുറച്ചേ ഉള്ളു അല്ലയോ? ഇതിന്റെ എണ്ണയും ഉപ്പും കൂടാണോ ഇത് ഉണങ്ങിയിരിക്കുന്നേ? കൈയിടാവോ? കൈയിട്ടാ കുഴപ്പമുണ്ടോ? ഇല്ല, നനഞ്ഞില്ല, അല്ലാത്ത കയ്യ. ഇതാ അപ്പം നമ്മുടെ പിണറുംപുളി മീൻകറിക്ക് ചേർക്കുന്നേ അല്ലേ? ഇത് എണ്ണ നല്ല കണക്ക് പിടിച്ച് വേറെ കളറായില്ലയോ? കറക്കണോ ഇത്? ഉണങ്ങി. ഇത് എത്ര നാൾ വേണേലും ഇരുന്നോളുവോ? നനവ് പറ്റരുത് അല്ലയോ? അപ്പൊ ദേ ഈ സാധനമാണ് ഇങ്ങനെയാക്കി ഉണക്കി എണ്ണയും ഉപ്പും ചേർത്ത് ഇങ്ങനെയാക്കി വെച്ചിരിക്കുന്നത്. നമ്മള് വീട്ടിലേക്കായോണ്ട് വൃത്തിയായിട്ടാണ് എടുക്കുന്നത്. കൊടുക്കാനാണ് ഇത് കഴിയത്ത് പറിക്കുന്നില്ല, പറയിക്കൊണ്ട് വന്ന് അന്നേരം കയറി ഇങ്ങോട്ടുമായിരിക്കും. കടകളിൽ ഇല്ലയോ? കടകളിലല്ല ഉണക്കുന്ന ചെയ്യുന്നവര്, ഉണക്കി ഉള്ളവരെ പറിക്കൊണ്ട് വന്ന് അവരന്നേരം ഇത് ഉണക്കി എടുത്ത് അങ്ങ് വെക്കത്തേ ഉള്ളൂ. അല്ല ഇത് കഴി ഉണക്കത്തൊന്നുമില്ല. നമ്മള് വീട്ടാവശ്യത്തിന് എടുത്തുകൊണ്ട് വൃത്തിയായിട്ട് എടുക്കും. ഇത് പച്ചക്ക് തിന്നാൻ കൊള്ളാവോ? വിൽപ്പനക്കാരാണ് ഇത് ഒരു പുളി 4 ആയിട്ട് കയറും. നമ്മൾ ചെറുതായിട്ട് കയറിയാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നല്ല ഈ കറിക്ക് ഉപയോഗിക്കാനും നല്ല ഒരു ഇത് കിട്ടും. കുറെ 2-3 കൊച്ചു കഷ്ണങ്ങൾ ഇട്ടാൽ മതി. അവര് വലുതായിട്ട് ഇടും അല്ലേ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കടയിൽ നിന്ന് മേടിക്കുന്ന പുളി അവിടെ വീട്ടിൽ മേടിക്കുമ്പോഴേ വലിയ കഷ്ണമായിട്ട് നമ്മൾ പിച്ചി ഇടണം. ഇത് കുഞ്ഞു കഷ്ണമായിട്ട് അരിയുന്നുണ്ടോ? ഇത് കുഞ്ഞതായിട്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് നമുക്ക് ഇച്ചിരി ചെറുതാൽ മതി. ആവശ്യത്തിന് ഒരു കറിക്കൊക്കെ 1-2-3 ചെറുതാൽ മതി. മറ്റേ വലിയ ബക്കറ്റിൽ കാണില്ലേ? അപ്പം നമുക്ക് വലിയ ബക്കറ്റിൽ ഒന്ന് നോക്കാം. അപ്പം നമുക്ക് ഉണക്കി കൊടുക്കാനായിട്ട് അച്ഛൻ വെച്ചിരിക്കുന്നത് ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ വീട്ടാവശ്യത്തിനും അത്യാവശ്യം ഞങ്ങൾ വിലയ്ക്ക് കൊടുക്കാനും, അതായത് പൈസയ്ക്കൊക്കെ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ്. ആരും ചോദിച്ചുകൊണ്ട് വരണ്ട, അങ്ങനെ കൊടുക്കാൻ വേണ്ടിയില്ല. നമ്മളിത് ഉണക്കി വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ പൈസയ്ക്ക് എന്തെങ്കിലും ഒക്കെ ആവശ്യം വരുമ്പോൾ വിപണി കൊണ്ടുപോയി കൊടുക്കാനായിട്ടാണ്. അപ്പോൾ കണ്ടില്ലേ പുളി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്? കണ്ടില്ലേ? കണ്ടോ? നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ? ഉപ്പിട്ട് നല്ലെണ്ണ ഒഴിച്ച് ഇളക്കി വാരി വെച്ചേക്ക് ഉണക്കിയിട്ട്. അപ്പോൾ ഇത് അമുക്കി അടച്ചു വെക്കണം. എണ്ണ ഉപ്പിട്ട് അമുക്കി അടച്ചു വെക്കണം. അപ്പോൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പന്നലാവാതെ ഇരുന്നോളും. വെള്ളം തട്ടരുത്, നനവും തട്ടരുത്.
അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു.